project formulation or feasibility and viability analysis. All project ideas cannot be translated into reality. Certain ideas will have to be dropped. This is because the resources is limited. Certain ideas are selected from several project ideas. Here a question arises as to how the best idea is selected. In making the choice, certain techniques are used. These techniques are called project formulation techniques. പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്താണ്? പ്രൊജക്റ്റ് ഫോർമുലേഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫോർമുലേഷൻ ടെക്നിക്സ് എങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം, എല്ലാ പ്രൊജക്റ്റ് ഐഡിയാസും നമുക്ക് റിയാലിറ്റി ആക്കി മാറ്റുവാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ അതിൽ സർട്ടൻ ഐഡിയാസ് മാത്രമേ നമുക്ക് റിയാലിറ്റി ആക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഏതാണ് ബെസ്റ്റ് ഐഡിയ എന്ന് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏത് ചോയ്സ് തിരഞ്ഞെടുക്കണം എന്നറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ഫോർമുലേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. മീനിങ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. Project formulation is a complex and intelligent task. Project formulation refers to a series of steps to be taken to convert an idea into a feasible plan of action. Project formulation എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റെപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉൾക്കൊള്ളുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഐഡിയയെ നമ്മൾ ഒരു ഫീസിബിൾ പ്ലാൻ ഓഫ് ആക്ഷനിലേക്കാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൊജക്റ്റ് ഫോർമുലേഷൻ പ്രോസസ് ഓഫ് എക്സാമിനിങ് ടെക്നിക്കൽ, ഇക്കണോമിക്, ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് ഫോർമുലേഷൻ അതിൻ്റെ ടെക്നിക്കലായ ആസ്പെക്ട്സ് വിലയിരുത്തുന്നു, ഇക്കണോമിക്കായ ആസ്പെക്ട്സ് വിലയിരുത്തുന്നു, ഫിനാൻഷ്യലും കൊമേഴ്ഷ്യലുമായ ആസ്പെക്ട്സിനെ പ്രൊജക്റ്റിൻ്റെ വിലയിരുത്തിക്കൊണ്ട് ഒരു ഐഡിയയെ ഫീസിബിൾ പ്ലാൻ ഓഫ് ആക്ഷൻ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ്, ആ സ്റ്റെപ്സിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുക. നെക്സ്റ്റ്, നീഡ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ or need for feasibility and viability analysis. What's the need? That means the first need is selection of appropriate technology. That means the entrepreneur first problem faced by that is the selection of appropriate technology for his enterprise. ഒരു entrepreneur ആദ്യമായി ഫേസ് ചെയ്യുന്നൊരു ഡിഫിക്കൽറ്റിയാണ് ഏത് ടെക്നോളജി തിരഞ്ഞെടുക്കണമെന്നത്. മോഡേൺ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് കൺട്രീസ് ഉപയോഗിക്കുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ ആ ടെക്നോളജി അത്ര പ്രായോഗികമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് ടെക്നോളജി തിരഞ്ഞെടുക്കണമെന്ന് ഉള്ള പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ അവിടെ നമുക്ക് പ്രൊജക്റ്റ് ഫോർമുലേഷൻ ടെക്നിക്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ, ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ economies. The second problem relating to absence of external economies, that is the external economies depends upon the industry for the supply of raw materials, power, spares, etc. ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എക്സ്റ്റേണൽ ഇക്കണോമീസ് എന്ന് പറയുന്നത് അതിൻ്റെ പുറമെ വരുന്ന കാര്യങ്ങളാണ്. അതായത് റോ മെറ്റീരിയലിനെ സംബന്ധിച്ചുള്ളത്, പവർ, സ്പെയർസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അറിയണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വൈബിലിറ്റി അറിയണമെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ഫോർമുലേഷൻ അല്ലെങ്കിൽ ഫീസിബിലിറ്റി ആൻഡ് വൈബിലിറ്റി അനാലിസിസ് നമ്മൾ നടത്തിയിരിക്കണം. മൂന്നാമത്താണ് നോൺ അവൈലബിലിറ്റി ഓഫ് ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സണൽ. ഒരു എൻ്റർപ്രണർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പേഴ്സൺസിൻ്റെ ആബ്സെൻസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിലും അല്ലെങ്കിൽ എന്താണ് അതിന് ചോയ്സ് അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്വാളിഫൈഡ് ആയ പേഴ്സണെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും, അപ്രോപ്രിയേറ്റ് പേഴ്സണെ, ക്വാളിഫൈഡ് ആയ പേഴ്സണെ നമുക്ക് എങ്ങനെ കിട്ടും, ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫീസിബിലിറ്റി ആൻഡ് വൈബിലിറ്റി അനാലിസിസ് ഉപയോഗിക്കേണ്ടി വരും. നെക്സ്റ്റ്, റിസോഴ്സ് മൊബിലൈസേഷൻ. ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ആൻ എൻ്റർപ്രണർ ടു പ്രൊവൈഡ് എൻ്റയർ ഡെവലപ്മെൻറ്റ് ക്യാപിറ്റൽ എ പ്രൊജക്ട് മേ നീഡ്. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ പൂർണ്ണമായ ഡെവലപ്മെൻറ്റിന് ക്യാപിറ്റൽ ആവശ്യമാണ്, ഫിനാൻസ് ആവശ്യമാണ്, റിസോഴ്സ് മൊബിലൈസേഷൻ ആവശ്യമാണ്. ഈ റിസോഴ്സ് മൊബിലൈസേഷൻ എങ്ങനെ ലഭിക്കും അല്ലെങ്കിൽ എങ്ങനെ റിസോഴ്സ് മൊബിലൈസേഷൻ ചെയ്യാമെന്നത് ഫീസിബിലിറ്റി ആൻഡ് വൈബിലിറ്റി അനാലിസിസിലൂടെ മാത്രമേ ഒരു എൻ്റർപ്രണർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ലാസ്റ്റാണ് നോളജ് അബൌട്ട് ഗവൺമെൻറ് റെഗുലേഷൻസ്. നമുക്കറിയാം, ഗവൺമെൻറ് സമയാസമയങ്ങളിൽ പോളിസീസിൽ മാറ്റം വരുത്താറുണ്ട്. ഇൻഡസ്ട്രി പോളിസീസിൽ മാറ്റം വരുത്തുന്നു, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ടാക്സേഷൻ, പ്രൈസ് കൺട്രോൾ, ഇങ്ങനെ അനവധി
റെഗുലേഷൻസ് സമയാസമയങ്ങളിൽ ഗവൺമെൻറ് പാസ്സാക്കാറുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിലും നമുക്ക് ഫീസിബിലിറ്റി വൈബിലിറ്റി അനാലിസിസ് കൂടിയേ തീരൂ. നെക്സ്റ്റ് ആണ് എലമെൻറ്റ്സ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. ദാറ്റ് മീൻസ് elements of project formulation means a project formulation involves a number of sequential stages or continuous stages. So the project formulation process involves a number of elements. The main elements, the first is feasibility analysis. Feasibility analysis. What do you mean by feasibility analysis? That means the feasibility analysis, the first steps or first stage or process of project formulation or project development. The purpose of this analysis to examine the desirability of making an investment. Feasibility analysis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഫോർമുലേഷൻ്റെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്റ്റ് എത്രത്തോളം ഫീസിബിൾ ആണ്, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിന് എത്രത്തോളം പ്രായോഗികതയുണ്ട്, ഇതാണ് ഫീസിബിലിറ്റി അനാലിസിസിലൂടെ നോക്കുന്നത്. 3 സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഫീസിബിലിറ്റി അനാലിസിസിൽ പ്രധാനമായും 3 സിറ്റുവേഷൻസ് ഉണ്ടാവുക. ദി ഫസ്റ്റ് മേ ബി അപ്പിയർ ടു ബി ഫീസിബിൾ, ഇത് സാധ്യതയുള്ള ഒന്നാണ് എന്ന് കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുകയാണ് എങ്കിൽ പ്രൊജക്റ്റ് ഐഡിയാസ് ഫർദർ സ്റ്റഡീസ് ആൻഡ് അനാലിസിസ്. പ്രൊജക്റ്റ് ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫർദർ സ്റ്റഡിക്കും അനാലിസിസിനും വിടേണ്ടതാണ്. രണ്ടാമത്തതാണ് ദി പ്രൊജക്റ്റ് ഐഡിയ മേ ടേൺ ഔട്ട് ടു ബി നോട്ട് ഫീസിബിൾ. രണ്ടാമത്തത് പറയുന്നത് എന്തല്ല, ഇത് ഫീസിബിൾ അല്ല, ഇതിന് വൈബിലിറ്റി ഇല്ല, ഇതിന് സാധ്യതയില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഐഡിയ റിജക്റ്റ് ചെയ്യുക. മൂന്നാമത്തതാണ് ദി ഡാറ്റ മേ നോട്ട് ബി ആഡിക്വേറ്റ് ഫോർ അറൈവിങ് എ റീസണബിൾ ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കുവാൻ നമുക്ക് പറ്റുന്നില്ല, ഫീസിബിൾ ആണെന്നും പറയാൻ പറ്റുന്നില്ല, ഫീസിബിൾ അല്ല എന്നും പറയാൻ പറ്റുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആ പ്രൊജക്റ്റിനെ അവിടെ ഫ്രീസ് ചെയ്യുക. അതായത് യഥാർത്ഥത്തിലുള്ള ഡാറ്റ ലഭിക്കുന്നത് വരെ, അതിൽ ഫീസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത് വരെ ആ പ്രൊജക്റ്റിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. രണ്ടാമത്താണ് ടെക്നോ ഇക്കണോമിക് അനാലിസിസ്. ആ വേർഡിൽ തന്നെയുണ്ട് ടെക്നോ ഇക്കണോമിക് അനാലിസിസ്. അതായത് ടെക്നോളജിയും ഇക്കണോമിക്കും, അതായത് സാമ്പത്തികപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനം. അതായത് പ്രധാനമായും 2 തരത്തിലാണ് ആ സ്റ്റഡി വരുന്നത്. എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ് ഓർ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ആൻഡ് സെലക്ഷൻ ഓഫ് ടെക്നോളജി. ആദ്യമേ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഈ പ്രൊജക്റ്റിലൂടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റമർ ഉണ്ടാവുമോ, അതിന് കസ്റ്റമർ ഡിമാൻഡ് ഉണ്ടാവുമോ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുന്നു. മാർക്കറ്റിൽ നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തിക്കൊണ്ട് അതിൻ്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് പൊട്ടൻഷ്യൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെലക്ഷൻ ഓഫ് ടെക്നോളജി. ഏത് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം. ദി കമ്പാരിസൺ ഓഫ് ദീസ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ലീഡ്സ് ടു സെലക്ഷൻ ഓഫ് ടെക്നോളജി വിച്ച് മേ ബി സ്യൂട്ടഡ് ടു സിറ്റുവേഷൻസ് ഇൻ ഹാൻഡ്. നിലവിലുള്ള സിറ്റുവേഷൻസിൽ ഏത് ടെക്നോളജിയാണ് ഏറ്റവും പ്രായോഗികമായത്, കൂടുതൽ നമുക്ക് ലാഭകരമായത്, നമുക്ക് കൂടുതൽ പ്രായോഗികമായ ടെക്നോളജി ഏത്, ഇത് കണ്ടെത്തുക. അതിനെയാണ് നമ്മൾ ടെക്നോ ഇക്കണോമിക് അനാലിസിസിലൂടെ നമ്മൾ നോക്കുക. മൂന്നാമത്താണ് പ്രൊജക്റ്റ് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ്. പ്രൊജക്റ്റ് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ്. എന്താണ് പ്രൊജക്റ്റ് ഡിസൈൻ? എ പ്രൊജക്റ്റ് കംപ്രൈസസ് എ നമ്പർ ഓഫ് സെക്ഷണൽ ആക്ടിവിറ്റീസ്. ദീസ് ആക്ടിവിറ്റീസ് ആർ ഇന്റർ റിലേറ്റഡ്. നമുക്കറിയാം ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ആക്ടിവിറ്റികളുടെ സംയോജനമാണ്, ഇന്റർ കണക്ഷനാണ് ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രൊജക്റ്റിൻ്റെ വിവിധ ആക്ടിവിറ്റീസുകളെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ടെക്നിക്സുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ടെക്നിക്സുകളാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് വരുന്ന പ്രധാനപ്പെട്ട 2 ടെക്നിക്സുകളാണ്. ഒന്ന് PERT, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കും. രണ്ടാമത്താണ് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും. ഇങ്ങനെ നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ നടത്തുന്നതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലാവും. ഐഡൻറ്റിഫൈ ദി ഒപ്റ്റിമൽ കോഴ്സ് ഓഫ് ആക്ഷൻ. ഏതാണ് ഏറ്റവും ഒപ്റ്റിമൽ കോഴ്സ് ഓഫ് ആക്ഷൻ, മിനിമം ടൈം ആൻഡ് കോസ്റ്റ്, കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അവൈലബിൾ ആയ റിസോഴ്സസ് വെച്ച് മിനിമം കോസ്റ്റിലും മിനിമം ടൈമിലും നമുക്ക് നിർവഹിക്കുവാൻ പറ്റുന്ന പ്രൊജക്റ്റ്, ആ ഒരു നെറ്റ്വർക്ക് ഏതാണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നാലാമത്താണ് ഇൻപുട്ട് അനാലിസിസ്. എന്താ ഇൻപുട്ട് അനാലിസിസ്? ഇൻപുട്ട് അനാലിസിസ് മീൻസ് റോ മെറ്റീരിയൽസ്,
അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്, മറ്റുള്ള ഇൻപുട്സുകൾ, ഇതിൻ്റെ അവൈലബിലിറ്റി, ഇത് എത്രത്തോളം നമുക്ക് അവൈലബിൾ ആണ്, സമയത്ത് ലഭിക്കുമോ, അതിൻ്റെ സ്റ്റോക്ക് എങ്ങനെയാണ്, ആഡിക്വേറ്റ് സപ്ലൈ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അനാലിസിസ് ആണ് ഇൻപുട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അഞ്ചാമത്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഏറ്റവും ക്രിട്ടിക്കലായ സ്റ്റേജാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആക്സെപ്റ്റിംഗ് ദി പ്രൊജക്റ്റ് ഓർ റിജക്റ്റിംഗ് ദി പ്രൊജക്റ്റ് ഓൺ ദി ബേസ് ഓഫ് financial analysis. Financial analysis involves estimates about the project cost and revenues and the funds required for the project. എത്ര ഇതിന് ആവശ്യമായി വരും, എത്ര ടോട്ടൽ ഫണ്ട് നമുക്ക് ആവശ്യമായി വരും ഈ പ്രൊജക്റ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ എത്ര ഫിനാൻഷ്യൽ ബേഡൻ നമുക്ക് ആവശ്യമായി വരും, ഇത് ഫണ്ട് എത്ര ആവശ്യമായി വരും, ഇതിലൂടെ എത്ര ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള, എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ്, കൊമേഴ്ഷ്യലായിട്ട് ഇതിൻ്റെ പ്രോഫിറ്റബിൾ അനാലിസിസ് ഒക്കെ നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ആറാമത്താണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. എന്താണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്? The cost benefit analysis aims at analyzing the real contribution of the investment project towards welfare of the country as a whole. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടമുണ്ട്, രാജ്യത്തിന് എന്ത് നേട്ടമുണ്ട്, എന്തെങ്കിലും നേട്ടമുണ്ടോ തുടങ്ങിയ ഇതിനെ സംബന്ധിച്ചുള്ള അനാലിസിസ് ആണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആണ് പ്രീ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, ദി ഫൈനൽ ആൻഡ് ക്രൂഷ്യൽ സ്റ്റേജ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. At this stage, the proposal gets a final and a formal shape. ഏറ്റവും ലാസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ അതൊരു ഫോർമൽ ഷേപ്പായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു സ്റ്റേജാണ് പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ആ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസലോടുകൂടി ദി കൺസേൺഡ് അതോറിറ്റി ടു ടേക്ക് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അബൌട്ട് ദി പ്രൊജക്റ്റ് ദാറ്റ് ഈസ് ടു ബി ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേജിലാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഈ പറയുന്ന പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നത്.